ഉപാസനയോടും കൂടിയിട്ട് മഹാശക്തി ചൊരുപടിയായിരിക്കുന്നതായ ആ എന്റെ ഉച്ചിലോട്ടോള് എന്നിരിക്കുന്ന പാതാരവിന്ദം കണ്ണങ്ങാട്ടോള് എന്നിരിക്കുന്ന പരാശക്തിയുടെ കടാക്ഷവീക്ഷണത്തിങ്കൽ പുതിയൊരു കാളിയമ്മ എന്നിരിക്കുന്ന അല്ലെ ഉഗ്രമൂർത്തിയുടെ പാതാള ഭൈരവിയായിരിക്കുന്ന ആ അമ്മയുടെ കടാക്ഷത്തിങ്കൽ ലോകനാഥന്റെയും മതിച്ച മതയാനയായിരിക്കുന്ന മൂവാളത്തിൽ വർദ്ധിക്കുന്ന പരാശക്തിയുടെയും മതിച്ച പൂർണ്ണാളിന്റെയും അല്ലാടിക്കോളിക്കാളിന്റെയും പഴവയുടെയും അങ്ങനെ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന പാതാരവിന്ദം പാദസേവ ചെയ്തു പോരുന്ന ആചാരിക ശാലികന്മാരിൽ അല്ലെ ആചാരവും ആചരിക്കപ്പെടേണ്ടതായ അനുഭവങ്ങളാണല്ലോ മനുഷ്യങ്ങളെ. സ്ഥാനവും മാനവും നിലയും വിലയും അംശവും ആചാരവും എടുത്തു തരുന്നത് ഞങ്ങൾ എന്നിരിക്കുന്ന ശക്തി വയ്പ്പോ അല്ലേ? കേവലം മനുഷ്യന്മാരാണല്ലോ നിങ്ങൾ ഇറക്കുമ്പോൾ അല്ലെ. എങ്കിലോ നിങ്ങളെ കുലാചാരം അനുഷ്ഠാന മാർഗം അത് ഉവന്നെടുത്തു പോരണം, കയ്യെടുത്തു പോരണം, കയ്യേക്കണം എന്നിരിക്കുന്ന പരമഭക്തിയോടെ അല്ലേ എടുത്തു വന്നു. എന്തിനു വേണ്ടിയാണ് മനുഷ്യങ്ങളെ ഈ അനുഷ്ഠാന കർമ്മങ്ങൾ അല്ലെ? കർശനമായിരിക്കുന്ന മനുഷ്യജന്മം അല്ലെ, അങ്ങനെ പുനരാവർത്തിതമായിരിക്കുന്ന ശാശ്വത പദവി എന്നിരിക്കുന്ന മോക്ഷദായകമായിരിക്കുന്ന അനുകൂലത്തിലേക്ക് ധർമാർത്ഥ കാമമോക്ഷത്തിലേക്ക് എത്തിച്ചേർക്കുവാനുള്ള ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന അനുഭവം തന്നെയാണ് കുലാചാരം, പുരാണകർമ്മം, പുരാണധർമ്മം. മറ്റേ മനുഷ്യങ്ങൾ ഇരിക്കട്ടെ. നിങ്ങളെത്തിരിക്കുന്ന പരമഭക്തന്മാർ തെക്കുന്ന വടക്കോട്ട് നിറവട്ടം പിടിച്ചു പോകുന്ന കാലത്ത് ഒരു മാറാവ് വിളയാടുന്ന ഭൂമി എത്ര സുന്ദരമാണ്, എത്ര പ്രകൃതി രമണീയമാണ് അല്ലെ, എത്ര ശാന്തമാണ്. ഭൂമിയിൽ നീരോടുന്ന മണ്ണിൽ നിങ്ങളെന്തിരിക്കുന്ന മാറവും നിറഞ്ഞു കളിക്കുന്നതായ ഒരു വ്യക്തി ഒരു അരങ്ങുണ്ടാവണം അല്ലേ? ആയതിനായിട്ട് അല്ലെ പശുവിനെയും വ്യാഘ്രത്തെയും ഒന്നിച്ചു കൊണ്ടിരിക്കുന്ന ഭൂമിയിൽ അല്ലെ മഹത്തായിരിക്കുന്നതായ ആ ഭൂരിമാരാവെന്നിരിക്കുന്ന ആ ഭൈരവിയെ, ആ ചണ്ഡികയെ, മഹാശക്തി സ്വരൂപിണിയെ എങ്ങനെ ചണ്ഡിയായിട്ടും മൈഷമർദ്ദിനിയായിട്ടും ധൂമ്രയായിട്ടും വരാഹിയായിട്ടും എന്ന് ഭാവങ്ങൾ